എങ്ങനെ ഭാര്യയുടെ സെക്ഷൽ ഡിസയർ വർദ്ധിപ്പിക്കാം? എങ്ങനെയാണ് അവർക്ക് താല്പര്യം കൂട്ടാനായിട്ട് സാധിക്കുക? കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭാര്യയ്ക്ക് ഈ ഒരു സെക്ഷൽ റിലേഷൻഷിപ്പിൽ വരുമ്പോൾ ഉണ്ടാകുന്ന താല്പര്യത്തിനെ കൂട്ടിക്കൊണ്ടുവരാൻ പെട്ടെന്ന് തന്നെ നല്ലൊരു റിലേഷൻഷിപ്പിലേക്ക് പോകാൻ സാധിക്കും. അപ്പോൾ ആദ്യമായിട്ട് പറയുന്നത്, സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ തൻ്റെ പാർട്ട്ണർ കേൾക്കുന്നത് ഇഷ്ടമുള്ള ആൾക്കാരാണ്. അവരെ ലിസൺ ചെയ്യുക. അപ്പോൾ പലപ്പോഴും അവർ പറയുന്ന പല കാര്യങ്ങളും കേൾക്കാൻ ഹസ്ബൻഡിന് നേരമില്ലാത്തവരായിരിക്കാം, അതല്ലെങ്കിൽ അവർ തിരക്ക് പിടിച്ച് പോകുന്നവരായിരിക്കാം. അപ്പോൾ ഇവരെ കേൾക്കാൻ തയ്യാറാവുമ്പോഴാണ് സ്ത്രീകൾ കൂടുതലായിട്ടും അവർക്കൊരിക്കലും സൊല്യൂഷൻ ഒന്നും വേണ്ട. ഒരു പ്രശ്നം അവർ പറയും, ആ പ്രശ്നത്തിൻ്റെ സൊല്യൂഷൻ അവർക്കറിയാം, പക്ഷേ ആ പ്രശ്നം കേൾക്കാൻ പാർട്ട്ണർ തയ്യാറായിട്ടിരിക്കുക. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഒരു ഇനീഷ്യൽ സ്റ്റേജ്, അതായത് സ്ത്രീയെ സംബന്ധിച്ച് അവരുടെ സെക്ഷൽ ഓർഗൻസ് അല്ല കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. അവരുടെ ശരീരത്തിലെ മറ്റ് എല്ലാ ഭാഗങ്ങളും, അതായത് തല മുതൽ കാൽപാദം വരെയുള്ള എല്ലാ ഭാഗങ്ങളും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു പുരുഷന് അവിടെ ഏത് ഭാഗത്ത് ടച്ച് ചെയ്താലും, നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു, അതായത് ഒരു തൂവൽ സ്പർശം അല്ലെങ്കിൽ നിങ്ങൾ വളരെ ജെന്റിലായിട്ട് വളരെ സ്നേഹത്തോടു കൂടി ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ അവർക്ക് കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള ഒരു താല്പര്യം വർദ്ധിക്കുന്നതായിട്ട് കാണാം. തേർഡ് വൺ എന്ന് പറയുന്നത് പുറത്ത് പോവുക. നമ്മൾ ഒരുമിച്ച് ഒന്ന് ചെറിയൊരു കോഫിയോ അതല്ലെങ്കിൽ വെറുതെ ഒന്ന് നടക്കാനോ, ഒന്ന് കൈ പിടിച്ച് ചേർത്ത് നടക്കാനോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്കത് ഭയങ്കര ഇഷ്ടമാണ്. അതായത് എപ്പോഴും ഒരു പ്രേമിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഹണിമൂൺ ഒരു പീരീഡ്, അല്ലെങ്കിൽ ആ ഒരു പീരീഡ് വീണ്ടും റീക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ ആയിട്ടുള്ള പോയിന്റ്. നാലാമത്, സ്ത്രീകൾ എപ്പോഴും പുരുഷൻ്റെ എന്ന് ആഗ്രഹിക്കുന്ന കാര്യമാണ് ഒന്ന് അവരെ അപ്രിഷ്യേറ്റ് ചെയ്യുക. അവർ ചെയ്ത കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കാം, അപ്പോൾ അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യുക. ചിലപ്പോൾ കുക്കിംഗ് ആയിരിക്കാം, ചിലപ്പോൾ അവർ വീട് ക്ലീൻ ചെയ്തതായിരിക്കാം. അപ്പോൾ അങ്ങനെ കുഞ്ഞു കാര്യങ്ങളാണെങ്കിൽ കൂടി അത് അപ്രിഷ്യേറ്റ് ചെയ്യുക. പിന്നെ അവരുടെ സാമീപ്യം, ഇപ്പോൾ ജോലികൾക്ക് സഹായിക്കാം എന്നവർക്ക് നിർബന്ധമില്ല. ഇപ്പോൾ പുരുഷനത് അടുത്ത് വന്ന് നിന്ന് സംസാരിച്ചാൽ തന്നെ അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും. കാരണം ഈ കുക്കിങ്ങോ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു എക്സ്റ്റേണൽ ഒരു സപ്പോർട്ട്, വാക്കുകൾ കൊണ്ടുള്ള ഒരു സപ്പോർട്ട് കൊടുത്താൽ മതി. ഇതെല്ലാം അവരുടെ ബെഡ്റൂം റിലേഷനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. കാരണം ബെഡ്റൂമിൽ വരുമ്പോൾ മാത്രമല്ല ഈ ഒരു സെക്ഷൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് മെക്കാനിക്കലായിട്ട് യാന്ത്രികമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് പ്ലേസുകൾ മാറ്റാം. അതായത് ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ബെഡ്റൂമിൽ നിന്ന് മാറി നമുക്ക് ഓപ്പൺ ആയിട്ടുള്ള നമ്മുടെ വീടിൻ്റെ സാഹചര്യങ്ങൾ അനുസരിച്ച് നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു ഫോർ പ്ലേ എന്ന് പറയുന്നത് ഇനീഷ്യേറ്റീവ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഫോർ പ്ലേ എന്ന് പറയുന്ന ഒരു കാര്യം നേരത്തെ തന്നെ തുടങ്ങാവുന്നതാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് ഇനീഷ്യൽ സ്റ്റേജിൽ തുടക്കത്തിലേ തുടങ്ങാം. സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ സെക്കൻഡറി സെക്ഷൽ ഓർഗൻസോ അത് മാത്രമല്ല ഈ ഫോർ പ്ലേയിൽ ഇമ്പോർട്ടൻ്റ്, ശരീരത്തിൻ്റെ തല മുതൽ കാൽപാദം വരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി കൂടുതലായിട്ടും കഴുത്ത്, അതുപോലെ തന്നെ കൈവിരലുകൾ, അതുപോലെ തന്നെ ഓരോ ഭാഗങ്ങളും തലമുടി, ഇങ്ങനെ ഓരോ സ്പെസിഫിക് ഏരിയയും അവരെ ടച്ച് ചെയ്യുന്നതോടുകൂടി ഇവർക്ക് ഡിസയർ കൂടുന്നുണ്ട്. പ്രത്യേകിച്ച് സ്മെല്ലുകൾ, ഒരു നല്ല രീതിയിലുള്ള സ്മെല്ലുകൾ, പലപ്പോഴും നമുക്കറിയാം മുല്ലപ്പൂവ് അല്ലെങ്കിൽ പല പൂക്കളുടെ സ്മെല്ലുകൾ, ഇതൊക്കെ സ്ത്രീകളുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ അവരെ സ്നേഹിക്കാനും കെയർ ചെയ്യാനും ലിസൺ ചെയ്യാനും ആക്സെപ്റ്റ് ചെയ്യാനും ഇത്തരത്തിൽ സ്മെല്ലുകൾ കൊടുക്കാനും സപ്പോർട്ട് ചെയ്യാനും ടച്ച് ചെയ്യാനും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഈ ഒരു താല്പര്യം കൂടി വരുന്ന നല്ലൊരു രീതിയിലുള്ള റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുപോകാനും സാധിക്കുന്നതാണ്.